അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വന്നിവിടെ റെഡിയായി നോക്കി നിൽക്കുക. അയ്യോ അയ്യോ ഇത് മിഠായി ആണോ ചേട്ടാ? ഇത് മിഠായി ഞാൻ കൊടുക്കാം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മെയ് 25-ാം തീയതി. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? മെയ് മാസത്തിൽ 2 ബർത്ത്ഡേ വരുന്നുണ്ട്. ഒരെണ്ണം കഴിഞ്ഞു, ഒരെണ്ണം വരുന്നുണ്ട്. അതായത് ഇന്നാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷമൊന്നും വലിയ കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചാച്ചന് വലിയ സുഖമൊന്നും ഇല്ലാതെയൊക്കെ കിടക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട്. പിന്നെ ഇപ്പം ചാച്ചൻ ഓക്കെ ആയിട്ടോ. ചാച്ചനൊന്നും ഇല്ലാതെ കിടന്ന ചാച്ചനിൽ നിന്നും ചാച്ചൻ ഇപ്പം ആഹാരം കഴിക്കുന്നുണ്ട്, ചാച്ചൻ മിണ്ടുന്നുണ്ട്, ചാച്ചൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ലൈറ്റ് ഓഫ് ചെയ്യണോ, ഉറങ്ങാറായോ, നേരം വെളുക്കാറായോ, ലൈറ്റ് ഓഫ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചാച്ചൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അതുകൊണ്ട് നമ്മൾ ചേട്ടന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരിടത്തും വരെ നമ്മൾ പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ നമുക്കൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വന്നിവിടെ റെഡിയായി നോക്കി നിൽക്കുക. അയ്യോ അയ്യോ, ബർത്ത്ഡേ കൊടുത്തോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ എന്ന് പൊട്ടിച്ച് നോക്കിക്കേ. നമ്മൾ പൊട്ടിച്ചാട്ടെ, നമ്മൾ 3 പേരും കൂടെ പോയാണ് എടുത്തത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അറിയാൻ പാടില്ലാത്തൊന്നുമില്ല കേട്ടോ. ഇതാ ഷർട്ടും നോക്കൂ സുഹൃത്തുക്കളെ, നോക്കൂ, നല്ല കളറല്ലേ. നമ്മൾ മഹാറാണിന്ന് എടുത്താണ് കേട്ടോ. ഇതാണ് ഷർട്ടിൻ്റെ കളർ. ചേട്ടന് ഇല്ലാത്ത ഒരു കളറാണ് കേട്ടോ. ഇതിന് പറ്റിയൊരു മുണ്ട് കിട്ടാതെ നമ്മൾ വിഷമിച്ച് പോയി. പക്ഷേ നമ്മൾ ഇറങ്ങാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഈ മുണ്ട് ഞാൻ കണ്ടത്, ഈ കര നല്ല വെറൈറ്റി കളർ. ചേട്ടന് ഇങ്ങനെ ഒരു മുണ്ടില്ല. അപ്പം ഞങ്ങൾ ഒരിടം വരെ പോവാണ്. പൂവ് കൊടുക്കണം. എടാ നമുക്ക് അങ്ങാ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഒപ്പം കൊടുക്കണം. പൊക്കല്ലോ വേണം കൊടുക്കടാ. അപ്പം ചേട്ടൻ ഡ്രസ്സ് മാറാൻ പോവാണ്. നമ്മൾ ഒരിടം വരെ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. എങ്ങനെ പോണേ നോക്കാം. ഹായ്, അപ്പോൾ ബർത്ത്ഡേ ബോയ് ഇവിടെ പുത്തൻ ഉടുപ്പും പുത്തൻ മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര സെറ്റപ്പായിട്ടിരുന്ന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പുറകിലൊരു ബോയ് ഇരിക്കുന്നുണ്ട്. പുറകിലിരിക്കണ ബോയ് എന്ത് പറയുന്നു? ഹാപ്പി ബർത്ത്ഡേയോ? ഇപ്പം ഞങ്ങളാണെങ്കിലേ ഒരിടം വരെ പോവാണ് കേട്ടോ. നമ്മളൊരു പള്ളിയിലൊരു ചാച്ചൻ്റെ മരിച്ചതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ ഏറ്റവും പെങ്ങളുടെ ഫാദറിൻലോ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചാച്ചൻ്റെ പ്രാർത്ഥനയൊക്കെ ഇന്നാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടി നമ്മൾ പോവാണ്. രാവിലെ തന്നെ നല്ല മഴക്കാറ് കാണാതെ അങ്ങനെ മഴക്കാലമൊക്കെ ആയി അല്ലേ ചേട്ടാ? പെയ്യും. കൊട ഒരെണ്ണമുണ്ട്. അത് നല്ല വമ്പനൊരു പള്ളി അവിടെ പണിതുകൊണ്ടിരിക്കുക. അവരെ കുഞ്ഞു പള്ളിയായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളി ഒരു പള്ളി ഇപ്പൊ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയുടെ എത്ര 3 നിലയായിട്ടോ അല്ലേ ചേട്ടാ? 3 നിലയാ. 3 നില. അതിന്റെ മുകളിലും ഉണ്ടല്ലോ ഡിസൈൻ. എന്നാണേലും അടിപൊളിയാ, സംഭവം അടിപൊളിയാണ്. അപ്പൊ ചേട്ടന്റെ മുണ്ട് ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യണേ. നമ്മുടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. കാരണം ചാച്ചൻ ഇങ്ങനെ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇന്നലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ആശ്വാസമായി. ചാച്ചൻ
ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. തീരെ അങ്ങ് മിണ്ടാതെ കിടക്കുമായിരുന്നു. പക്ഷെ ചാച്ചൻ വർത്തമാനമൊക്കെ പറഞ്ഞു. വീട്ടിലുള്ളവരെയൊക്കെ അന്വേഷിച്ചൂടെ ആരും ഇല്ലേന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോയില്ല. പിന്നെ ഇന്നലെ പോയപ്പോൾ ആൻസൂട്ടനെ ഒരു സ്കൂൾ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതന്നെ ഉറങ്ങുവാണോ? ഓ, അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ പള്ളിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ബാക്ക് ഭാഗത്ത് പള്ളിയുടെ പുറകുവശത്തായിട്ട് കുടയത്തൂര് പുഴ കണ്ടോ? അത് പുഴയാണ്. കുടയത്തൂര് പുഴയാണ് കേട്ടോ. ഇപ്പം മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കുറവാണ്. ഈ പുഴ അങ്ങ് അറ്റത്ത് ചെന്നിട്ട് ഞാൻ പേടിച്ചു പോയത്. എന്നാണ് നമ്മളൊരു എൻ്റെ ഹരിത ഉദ്യാനത്തിൽ പോയില്ലേ, അന്നേരം ഈ പുഴ ഇങ്ങനെ പച്ച കളറിൽ കിടക്കുക വെള്ളം. എൻ്റെ അമ്മ പേടിച്ചു പോയി. ചേച്ചിയുടെ കൂടെ വണ്ടി കയറിപ്പോയി. ആൻസ് ഇല്ല വണ്ടിയിൽ. ആൻസ് വണ്ടിയിലില്ല. ആൻസിനെ ഞങ്ങൾ ഉപേക്ഷിച്ച് ആൻസ് ചേച്ചിയുടെ കൂടെ വണ്ടി കയറിപ്പോയി. അതാ പള്ളിക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പള്ളിയെന്ന് വെച്ചാൽ ഇതാണൊരു വമ്പൻ പള്ളിയാണ്. പള്ളിയുടെ പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് അവിടെയാണ് ഇപ്പം നിലവിൽ കുർബാനയൊക്കെ നടക്കുന്നത്. വലിയ പള്ളിയാണ് കേട്ടോ. നല്ല സെറ്റപ്പ് പള്ളി ഇല്ല ചേട്ടാ? ആൻസ് മെഴ്സേച്ചിയുടെ കൂടെ കയറി പോന്നിട്ട് താടക്ക് കൈ കൊടുത്തേക്കുന്നു. നമ്മളപ്പോൾ നമ്മുടെ സഹോദരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുത്തെ MLA കണ്ടോ? അമ്മച്ചിയുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. അമ്മച്ചിയുടെ കൂടെ പഠിച്ചത് അമ്മച്ചിയുടെ ക്ലാസ്മേറ്റ് ആണ്. അമ്മച്ചിയുടെ നാട്ടുകാരനാണ് റോയ് കെ പൗലോസ്. ഇവിടുത്തെ MLA, നമ്മുടെ MLA അപ്പു ജോൺ ജോസഫ്. അതെ, ഇതെന്നൊക്കെ പറയണേ. നമ്മളിപ്പോൾ പോകുന്നത് തൊടുപുഴയ്ക്കാണ്, മനസ്സിലായോ? മുട്ടത്തി എന്നിട്ട് തൊടുപുഴയ്ക്ക് പോകും. ഒരു സ്കൂള്, ഗവൺമെന്റ് LP സ്കൂള്. അല്ല, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി. പിന്നെ ഈ ഭാഗത്തേക്കുള്ള വീടുകളൊക്കെ തന്നെ അടിപൊളി വമ്പൻ വീട് അല്ല ചേട്ടാ? ഒരു റൂട്ടിലും കാണാത്ത മോഡല്. അല്ല, എന്നാലും ഈ ഒരു റൂട്ടില് വലിയ വീടുകളല്ല. വലിയ വീട് പുതിയതായിട്ട് പണിയുന്നൊക്കെ ആണെങ്കിലും അതെ, വലിയ വീടുകളാ. അമ്മേ കണ്ടിട്ടത് ആ വീടൊക്കെ കണ്ട. അതുപോലെ തന്നെ ഇങ്ങാ സൈഡിൽ ഈ സൈഡിൽ ഒരു വീടുണ്ടെങ്കിൽ വന്ന വഴിക്കണ്ട ഒരു ചക്കുളത്തുകാവ് ഉമാമഹേശ്വര ക്ഷേത്രം. അതിന്റെ അടുത്ത് തന്നെ ഒരു കപ്പേള കുരിശുപള്ളി. അമ്മ വെളുമ്പി, അമ്മ കറുമ്പി, മകള് വെളുമ്പി, വെളിയിലെ താളി കണ്ടോ? എന്തോ കെട്ടിടമൊക്കെ പണി. വീടാന്ന് തോന്നണൂല്ലേടാ? വീടല്ലേടാ അത്? ആ, പപ്പ അങ്ങോട്ട് കളിക്കാൻ നോക്കിയത്. അത് പള്ളിയിലേക്ക് പോയപ്പം. അല്ല, അത് ആ വഴിക്കല്ലേ? എടാ, അത് നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോ ആദ്യം വീടാ. വീട് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ് അമ്പലം. അതായത് പള്ളിയിലേക്ക് പോകുമ്പോ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങ് വന്നിട്ട് ആദ്യം വളഞ്ഞ് വീട്ടിലേക്കാ കയറുന്നത്. നമ്മള് വീട്ടിൽ കയറാതെ നേരെ പള്ളിയിലേക്ക് പോയപ്പോഴാണ് ഈ അമ്പലം കാണുന്നത്. മനസ്സിലായോ? മനസ്സിലായോടാ? ആ, ഇതില് വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റോപ്പാണ് വീട്. നമ്മള് ഞറുക്കുറ്റിന്ന് വന്നു കഴിയുമ്പോ നമ്മള് ഞറുക്കുറ്റിന്ന് വന്നു കഴിയുമ്പോ നമ്മുടെ വീട്ടിലേക്ക് തിരിയും. അങ്ങനെ തിരിയാതെ നമ്മള് നേരെ പോകുമ്പോഴല്ലേ എടാ ചെറുക്കാ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ? എടാ, എനിക്ക് ഉദാഹരണം അല്ല, എക്സാമ്പിൾ. എടാ, നമ്മള് തൊടുപുഴന്ന് വരുമ്പോ എടാ പറയണ കേക്കുന്നേ, എനിക്ക് അതിലും കൂടുതൽ വിഷമം ചങ്കി കെട്ടിക്കിടക്കുക. ഉദാഹരണം പറയാത്തോണ്ട്. എടാ, നമ്മള് തൊടുപുഴന്ന്
വരുമ്പോ ഏഴമ്പലക്കാട്ട് അമ്പലത്തിന്റെ അങ്ങോട്ട് ആ വീട്ടിലേക്ക് ഇതേടെ ഒരു വമ്പം വീട്, വേറെ വീട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തിരിയും. അങ്ങനെ തിരിയാതെ നമ്മൾ നേരെ പോകുമ്പോഴാണ് നമ്മുടെ കരിമണ്ണൂര് പള്ളി. നീ പോടാ കറക്കാണ്, നീ എണീറ്റ് പോ, നീ ഇറങ്ങി പോടാ. ഇവനെ ഇവിടെ ചവിട്ട് നിർത്തി ഇവനെ ഇറക്കി വരട്ടെ. എനിക്ക് അതിനും കൂടുതൽ വിഷമമായി. മലകളൊക്കെ അതിന്റെ അടുത്ത് തന്നെ വേറൊരു വീടാണ്, നല്ല രസമില്ലാണ്. ഈ ഭാഗത്തില്ലേ ചേട്ടാ ഒരു വീട്, ഒരു കോളനി ഉണ്ട്. ആ കോളനിയുടെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഒരു വലിയൊരു വീടുണ്ട്, ഇറ്റാലിയൻ രീതിയിൽ എങ്ങാണ്ട് പണിത്. അത് ഇപ്പൊ അവര് റിസോർട്ടായിട്ട് എങ്ങാണ്ട് കൊടുത്തേക്കുവാ. അത് ഏത് ഭാഗത്താ? ബംഗ്ലാവ് പോലത്തെ ബംഗ്ലാവ്, മനസ്സിലായോ? ഈ പി ബി തന്നെ കേരള പറയണോ അല്ലേ? പി ബി അറിയില്ലടാ, പഞ്ചാബായിരിക്കും. പോണ്ടിച്ചേരി അല്ല, അത് പി വയ്യ. പി ബി പഞ്ചാബായിരിക്കും. അതിനെ പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇതെങ്ങ് നോക്ക, ആകാശം കാണാനൊക്കെ എന്ത് രസമാണെന്ന് നോക്ക്. ഈ റോഡ് നല്ല സൂപ്പർ റോഡാണ്. ഇത് മറ്റേ റോഡാണോ ചേട്ടാ? റബ്ബറൈസ്ഡ്. അപ്പൊ എല്ലാ ഇതിലെ ടാർ ഉരുക്കി ഉണ്ടാക്കണ കാണാലോ. റബ്ബറൈസ്ഡ് റോഡ് 5 വർഷം ഗ്യാരണ്ടി അല്ലേ? നമ്മൾ എവിടം വരെ എത്തി കാണും ചേട്ടാ? അതാണ് ഈ അതുകൊണ്ടല്ലേടാ ഇവിടെ ഇങ്ങനെ നെയിമിംഗ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. നെയിം ബോർഡ് മുട്ടത്ത് എല്ലായിടത്തും ഇതുപോലെ ഒരു കവലയിൽ ഒരു കുരിശുപള്ളി കാണും. അതൊരു എന്തോ ഒരു പ്രത്യേകതയാ അല്ലേ ചേട്ടാ? എല്ലായിടത്തും ഉണ്ട് ഒരു കുരിശുപള്ളി. ഓ, ആ കുരിശുപള്ളിയിൽ TV അത് പള്ളിയാണല്ലോ. അവിടെ ഒരു പള്ളിയുണ്ട് അതിന്റെ പുറകില്. ആ പള്ളിയാ, മറ്റേ പള്ളി മുട്ടം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് കാണുന്ന മുട്ടം ടൗൺ പള്ളി. അത് മനസ്സിലായോ? ഇത് നൈറ്റിയെ കാണാൻ നല്ല രസമുണ്ടല്ലോ, പൂക്കള്. മുട്ടം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം കേട്ടോ. അപ്പൊ ഇനി നമ്മള് നേരെ പോകുന്നത്, നമ്മളൊരു കേക്ക് വാങ്ങും, നമ്മള് വീട്ടിൽ ചെന്ന് അത് കട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. രാവിലെ കഴിച്ചു, അപ്പവും കഴിച്ചു. അപ്പം സ്റ്റൂ ആയിരുന്നു, പിന്നെ പാലപ്പം സ്റ്റൂ, കേക്ക്, പിന്നെ പഴം പുഴുങ്ങിയത്. പഴം ഞാൻ കഴിച്ചില്ല. പഴം ആൻസിന് മിഠായി വാങ്ങിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് ആൻസിനെ കൊണ്ട് തീറ്റിച്ചില്ല. അവരിട്ട് പോയി, പിന്നെ എന്തോ ചെയ്യാനാ. പിന്നെ എനിക്ക് സ്പീഡിലൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ താമസിച്ച് എഴുന്നേക്കുള്ളൂ. ഞാൻ എഴുന്നേറ്റപ്പോ ചേച്ചി എന്നോടൊക്കെ പിടിച്ചെഴുന്നേപ്പിക്കണം. ചേച്ചി ഞാൻ എല്ലാം പതുക്കെയല്ലേ ചെയ്യുള്ളൂ. പരിമല തിരുമേനിയുടെ ഒരു കുരിശുപള്ളി. അച്ചായൻസ് ഗോൾഡ് കണ്ടോ മുട്ടത്തെ? ഇതാണ് മുട്ടത്തെ അച്ചായൻസ് ഗോൾഡ് 916. ഇതുവരെ തുറന്നിട്ടില്ലായല്ലോ. 9:30 ആവോ ചേട്ടാ? എനിക്ക് ലൈനിങ് തുണി വാങ്ങിച്ചു തരാം അവിടെ. ഈ പപ്പയുടെ ഷർട്ടിന്റെ കളറ് ആകാശ നീല. എനിക്ക് ആ സാരിയുടെ ബ്ലൗസ് നല്ല രസമുണ്ട്. ഒരു സ്കൈ ബ്ലൂ കൊടുത്താ അറിയില്ലേ നിനക്ക്? അങ്ങനെ ഒരു നെറ്റിന്റെ സാരി വാങ്ങി. അതിന്റെ ബ്ലൗസ് ഞാൻ ഇന്ന സത്യത്തിൽ കാണുന്നത് ഹക്കോബയുടെ തുണിയാ, ലൈനിങ് ഇട്ട് തയ്ക്കണത്. നല്ല രസമായിരിക്കും ബ്ലൗസ് തയ്ച്ചാല്. ഫങ്ഷന് വരെ ഇടാം. എനിക്കിപ്പോ ബ്ലൗസ് ഒന്നും ഇല്ലാത്തോണ്ട് റെഡിമെയ്ഡാ. ഇല്ലാത്തോണ്ട് എനിക്കിപ്പോ സാരി ഒന്നും ഉടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല വീതിയിലായിരുന്നു സാരി എന്ന് പറഞ്ഞാൽ. പൊതുവെ ചെറുതാക്കിയല്ലേ എന്ന് പറയണേ. എനിക്ക് ഇന്ന് എന്തോ വീതി എന്ന് പറഞ്ഞിടാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നല്ല വീതിയിൽ എന്ന് പറഞ്ഞു. എന്നാലും നല്ല ഭംഗിയുണ്ട്. ഞാൻ തന്നെ പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഇടയ്ക്കിടയ്ക്ക് പറയണം, അല്ലെങ്കിൽ ബർത്ത്ഡേ വ്ളോഗാണോ ഇതിപ്പോ? ബർത്ത്ഡേ വ്ളോഗാണോ ട്രാവലിംഗ് വ്ളോഗാണെന്ന് ഇപ്പൊ ഒരു സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ഇനി അടുത്ത കേക്ക് വാങ്ങാൻ പോകും. ഞങ്ങളെ കേക്ക് വാങ്ങാനായിട്ട് ബ്രദേഴ്സിൽ കയറിയതാണ് കേട്ടോ. അപ്പം കണ്ടതാണിത്. മിഠായി. ആ ആ അതെ. ഇത് ഉരുളൂലേ? ആ വേടാ, കാറ്റൊക്കെ ഉണ്ടടാ ഈ സാധനത്തിന്. അതെ, നമ്മളിവിടെ നിന്നാണ് കേട്ടോ കേക്ക് എടുത്തത്. ബ്രദേഴ്സ് കേക്ക് ലൈക്ക് മുതലക്കോടം. ഇതാ എപ്പോൾ വന്നാലും നല്ല ഫ്രഷ് കേക്ക് കിട്ടും. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ കാണില്ല കേട്ടോ, മൊത്തം തീരും. നല്ല ചിലവാ. പൈസ കൊടുത്തിട്ട് വേഗം പോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേട്ടന് വണ്ടി ഓടിച്ചു. ഇത് മിഠായി ആണോ ചേട്ടാ? ഇത് മിഠായി ചേട്ടാ, ഇത് മിഠായിയാ. ഏതാ? അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ 2-3 ഫോട്ടോസ്, 3-4-5-6 ഫോട്ടോസ്, 6-7 ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ നിർത്തി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ കേക്ക് ചെയ്യുന്നത് ആൻസ് ആണ് കേട്ടോ. ആൻസറിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്നൊക്കെ എഴുതി നല്ല ഭംഗിയുള്ള. ഇത് എന്ത് കേക്കാടാ? റെഡ് വൈൻ ഫോറസ്റ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല, വേറൊരു പേര്. വാനില അല്ല, ഇതിന് വേറെ എന്തോ ഒരു പേരാ പറഞ്ഞ. അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ. നീ ഇപ്പൊ ഒന്നും ചെയ്യില്ല, മാറിക്കടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ട് വാങ്ങിയ കേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കേക്ക്. ബർത്ത്ഡേ ആയിട്ട് ഇത്രയും നാളത്തെ ജീവിത അനുഭവങ്ങളൊന്നും പങ്കുവെച്ചാൽ ആകെ മൊത്തത്തിൽ നോക്കിയാൽ എങ്ങനെയാണ് ലൈഫ്? അടിപൊളിയാണോ? കൊള്ളൂലേ? അടിപൊളി. ചേട്ടൻ മൊത്തം പോസിറ്റീവാ. ആ, നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നോ? ആ, നീയാ പണ്ടത്തെ അതുപോലെ വെട്ടാവളീന്ന് ഇട്ടാ നിക്കണേ. ഓ, പപ്പേനെ പോലത്തെ തന്നെ ഒരു ഉടുപ്പെടുത്ത് ഇട്ടോണ്ട് വന്നേക്കുന്നു. ഓ, അപ്പൊ ഇനി ജോഡിക്കൊക്കെ ഇട്ടോണ്ട് പോകല്ലോ. ഞാനിക്കാവുള്ള ഇല്ലാട്ടെ. കയ്യെ പിടിച്ച് നിക്കണെന്നതിനാണ് ഞാന് എൻ്റെ ബർത്ത്ഡേ പോയി നിക്കണൊക്കെ. അയ്യാടാ, ചേട്ടനെ കണ്ട പാവാന്ന് തോന്നുന്നു. ഭയങ്കര കൂട്ടുപേയാന്ന് തോന്നി. കൂട്ടുബേബിയാണോ? ചേട്ടനെ കണ്ട ഭയങ്കര നിഷ്കളങ്കനാ. എന്തൊരു പാവം മനുഷ്യനാ. കമന്റ് വന്നതാ, എന്ത് നിഷ്കളങ്കനാ, എന്തൊരു പാവം മനുഷ്യനാ. കൂട്ടുബേബി മുഖമൊക്കെ ചുവന്ന് വരും. ചേട്ടൻ്റെ നാണം വന്ന, ചേട്ടൻ്റെ മുഖത്ത് നാണം വരുന്നു. ഇതേ നാണം കൊണ്ട് മൂക്കൊക്കെ ചുവന്ന് വന്ന്. അയ്യോ എടാ, മൂക്കൊക്കെ എടാ, നീ ഒന്ന് എടുത്ത് നിന്നേടാ. രണ്ടുപേരുടെ ഒരേപോലത്തെ ഷർട്ടാണല്ലോ. ഇവിടെ വാടാ, മുമ്പേ വാടാ. വാടാ, നിന്നെ കാണാൻ വേണ്ടടാ. ഓ ഓ, ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ അതെ കേക്ക് മുറിക്കാൻ പോവാണേ. അല്ല, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിനം സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്.
സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഓ ഓതി വിട്ടോണ്ട് നിൽക്കണു, വായിന്ന് പനിനീരും ചാടിച്ചോണ്ട്. തളിയാനേ പനിനീര്, തളിയാനേ പനിനീര്. ഇതെന്താ അവന്റെ വാ മറച്ചു കുത്തി. അവൻ അവൻ ചേട്ടനെ ഇച്ചിരി തരണ്ട, പകരത്തിന് ആരാ? ഞാൻ കൊടുക്കാം. വേണ്ട, ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ നിറച്ച് കഴിച്ചാൽ ടേസ്റ്റ് വരും. ഇവന്റെ ബർത്ത്ഡേയുടെ കേക്ക് ഇതുവരെ ഫ്രിഡ്ജിൽ നിന്ന് മാറിയിട്ടില്ല, ഇനി അത് കോഴിക്കാൻ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ. ഗിഫ്റ്റ് കൊടുത്തതല്ലേ? ആ അത് തുറന്നു നോക്കാം. ഇട്ടിരിക്കുന്ന ഉടുപ്പ് നല്ല കിടുക്കാറ്റമുണ്ട് ഷർട്ട്. ഇച്ചിരി ഇറക്കി കൊടുക്കണമായിരുന്നു അല്ലേ ചേട്ടാ? പിന്നെ മഴയൊക്കെ ആണ്ട് കുഴപ്പമില്ല. ചേട്ടനെ അത് നിനക്ക് പറ്റിയതാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരു കുഞ്ഞു ബർത്ത്ഡേ ആണ്. ചാച്ചന് വവ്വായുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വല്ലയിടത്തൊക്കെ പോവില്ലായിരുന്നോ? കഴിഞ്ഞ വർഷം നമ്മൾ പോയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പോയായിരുന്നു. എവിടെ പോയെന്ന് ഞാൻ മറന്നുപോയി, പക്ഷെ നമ്മൾ പോയി. നാളെ ആ ഫോട്ടോ വന്നായിരുന്നത്. ഞാനിപ്പോൾ അത് ഓർക്കുന്നുമില്ല എവിടെ പോയെന്നുള്ളത്. നല്ല സാരിയാണ്. ആൻസ് എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയാണ്, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ സാരിയാണ്. ഇവന് അറിഞ്ഞോണ്ട് വാങ്ങിച്ചാളോ? ഓർണം ചേട്ടനും ഓർണം അവനും. വളരെ നോക്കിയേ, സത്യത്തിൽ ഇവന് കൊതി കൊണ്ട് വാങ്ങിയതായിരിക്കുവേ. മഞ്ജു പോകണ്ടതാ. മതി ഒത്തിരി മിഠായി വെച്ചാൽ കൊള്ളാം. എനിക്ക് വേണ്ട, വേണ്ട നീ തിന്നോ. എനിക്ക് വേണ്ട, വയറ് നിറഞ്ഞെന്നേ. എന്നാളാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇതൊക്കെ ചെയ്യണ പാവാട്ടോളാ. ഞാൻ അടുക്കളയിൽ കുറെ പണിയുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകാതിരിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേട്ടൻ പറഞ്ഞു കൈ തുടച്ചിട്ട് വന്നിട്ട് ബട്ടൺസ് ഊരി കൊടുക്കാൻ അവനോട്. അപ്പം നമ്മുടെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇച്ചിരി പണിയുണ്ട്. അത് കഴിഞ്ഞ് ചാച്ചൻ്റെ അടുത്ത് പോകണം. ചാച്ചൻ ഇങ്ങനെ കോടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമോ. അതായത് ചാച്ചന് അസുഖങ്ങളൊന്നുമില്ല കേട്ടോ, പ്രായമായതിൻ്റെ ഒരു പിച്ചുമ്പയും പറച്ചിലൊക്കെ. അല്ലാതെ ഷുഗർ, BP, കൊളസ്ട്രോൾ അങ്ങനെയുള്ള യാതൊരുവിധ അസുഖവും ചാച്ചനില്ല. ഇത്രയും 99 വയസ്സാകാറായി. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്.
എന്നിട്ടും ചാച്ചൻ അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. ഇതെന്തോ അല്ലാതെ ഊരി തുറന്നിട്ടേക്കോണോ? അത് തന്നെ ഊരിയാ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.